രണ്ട് സുന്നി സംഘടനയിലുള്ള രണ്ട് പണ്ഡിതന്മാർ, അതിലൊരാൾ പറയുന്നു കമാക്കാൽ അസ്അലുക്കാൻ തഖ്ലിയനി, നബിയെ എനിക്ക് തങ്ങൾ അത് ചെയ്തു തരണേ എന്ന നേരർത്ഥം. എന്നാൽ അറിയപ്പെട്ട കേരളത്തിലെ മറ്റൊരു പണ്ഡിതൻ പറയണത് അതിൻ്റെ ഹഖീഖിയായ അർത്ഥമല്ല, അത് മജാസിയായ അർത്ഥമാണ്, ഇടപെടണമെന്നാണ്. ഇപ്പോൾ പുതിയൊരു രീതിയിൽ ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന എല്ലാ വിഷയങ്ങളും അങ്ങനെ അർത്ഥം വെക്കണമെന്ന് പറഞ്ഞു. അതായത് അള്ളാഹു ഔലിയാക്കളെ കുറിച്ച് പറയുന്നിടത്ത് നവാഫിൽ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ കൈകാലുകൾ ഞാനാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ കൂടെ ചോദിക്കുന്നത്, ഇത് അള്ളാഹു ഔലിയാക്കൾക്ക് അപ്പോൾ ഹൽക്ക് ചെയ്യുകയാണോ, അപ്പോൾ അതല്ല അതിൻ്റെ സമയത്ത് കൊടുക്കുകയാണോ, അതോ മുൻകൂട്ടി കൊടുത്തതാണോ? രണ്ടും സുന്നി പണ്ഡിതന്മാർ തന്നെയാണ്. അപ്പോൾ ഒന്നിൽ അതിൻ്റെ നേരെ അർത്ഥം വെക്കണം എന്നാണ്, ഹഖീഖിയായിട്ട് തന്നെ കൊടുക്കാം, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് നിന്ന് ആവശ്യം വാങ്ങാണെന്നാണ്. മറുവിഭാഗത്തിൽ തന്നെ സുന്നി പണ്ഡിതൻ തന്നെയാണ്, അല്ല ഇടപെടണമെന്നാണ് അർത്ഥം. അങ്ങനെ നമ്മൾ സുന്നികൾ നേരത്തെ പറഞ്ഞു വന്ന എല്ലാതും ഇടപെടണമെന്ന് അർത്ഥം വെക്കണം എന്ന് പറഞ്ഞു. ഇതിൽ ഏതാണ് നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് പറയാൻ പറ്റും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് രണ്ടു പ്രസ്താവനകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന നിലയിലല്ല, നമ്മുടെ നിലപാട് എന്ന നിലക്കാണ് പറയുന്നത്, അഥവാ പരിശുദ്ധ ദീനിന്റെ നിലപാട്. ഇവിടെ മഹാന്മാരായ ഔലിയാക്കളിൽ നിന്ന് നമ്മൾ ഒരു കാര്യം അവരോട് അപേക്ഷിച്ചു, അവരിൽ നിന്ന് അവരോട് ചോദിച്ച്, അങ്ങനെ അവരിലൂടെ നമ്മൾ സഹായം ചോദിക്കുന്നു, അവർ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് നിലയിൽ, അത് മഹാന്മാരെന്നുള്ളതല്ല, മനുഷ്യരാവട്ടെ അള്ളാഹു അല്ലാത്ത ഏതു സംഗതികളാവട്ടെ, മഹാന്മാരാവട്ടെ സാധാരണക്കാരാവട്ടെ മനുഷ്യരാവട്ടെ മലക്കാവട്ടെ ജിന്നാവട്ടെ മൃഗമാവട്ടെ സസ്യലതാദികളാവട്ടെ, ആരോട് സഹായം തേടിയാലും ആർക്ക് ആരിൽ നിന്ന് സഹായം ലഭിച്ചാലും അതെല്ലാം അതിന് രണ്ട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഒന്ന് അള്ളാഹുവിനോടിലേക്ക് ചേർത്തി നോക്കിക്കൊണ്ടുള്ള ഒരു ബന്ധം അതിനുണ്ട്. രണ്ട്, സൃഷ്ടികൾ തമ്മിൽ അപേക്ഷിച്ചുകൊണ്ടുള്ള ബന്ധവും അതിനുണ്ട്. അള്ളാഹുവിലേക്ക് ചേർത്തി നോക്കുമ്പോൾ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് വേഗം മനസ്സിലാവും. എൻ്റെ കീശയിൽ ഈ മൊബൈൽ, ഇത് ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ സ്വന്തം പണം കൊടുത്ത് വാങ്ങിയ, ഓൺലൈനായിട്ട് വാങ്ങി വരുത്തിയ ഒരു മൊബൈലാണ്. എന്നിട്ട് ഞാനിപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി, ഇത് എൻ്റെ മൊബൈലാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഈ മൊബൈല് എൻ്റേതാണോ അതോ മൈക്ക് പിടിച്ച ഈ ഉസ്താദിൻ്റെതാണോ? ഉസ്താദിന് മറുപടി പറഞ്ഞോളൂ. ഇത് എൻ്റേതാണോ നിങ്ങളുടെതാണോ? എൻ്റേതല്ലേ? രണ്ടാമത്തെ ചോദ്യം, ഇത് എൻ്റേതാണോ അള്ളാഹുവിൻ്റെതാണോ? എൻ്റേത് എന്നാണോ പറയേണ്ടത്, അള്ളാഹുവിൻ്റേത് എന്നാണോ പറയേണ്ടത്, രണ്ടാമതും കൂടിയത് എന്നാണ് പറയേണ്ടത്? അള്ളാഹുവിലേക്ക് അപേക്ഷിക്കുമ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെ, അപ്പൊ ബാക്കിയുള്ളതൊക്കെ മജാസാണ്. പടപ്പുകളിൽ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അതിൽ മജാസായിട്ടും ഹഖീഖത്തായിട്ടും ഒക്കെ മാറി മറിഞ്ഞും വരും. ഇപ്പോ കണ്ടോ, ഫഇന്ന അഹദൻ, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു തൗബ സൂറത്തിന്റെ 60-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാം, ഫഇന്ന അഹദൻ സിവല്ലാഹി തആല ലാ യംലികു അൽബത്തത ശൈഅൻ, അല്ലാഹു അല്ലാത്ത ഒരാളും തന്നെ ഒരു സാധനവും അധീനപ്പെടുത്തുന്നില്ല ബിന്നിസ്ബത്തി ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ. അപ്പൊ റസൂലാണെങ്കിലും ശരി, അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഒരു വിഷയത്തിലും ഒരു ഉടമസ്ഥതയും ഇല്ല. എന്നാൽ നബിയും നമ്മളും ചേർത്ത് കേൾക്കുമ്പോഴോ എത്രയോ അനന്തപജ്ഞാതമായ ഉടമസ്ഥതകൾ. ഫല്ലാഹു അഅ്താഖഹു വഅൻത മാലികുഹു ബിന്നിസ്ബതി ഇലൈനാ. നമ്മിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നബിയെ അങ്ങ്, അല്ലെങ്കിൽ അങ്ങയുടെ പ്രതിനിധിയായ ഖലീഫയായ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ അള്ളാഹു അങ്ങേക്ക് നൽകിയിരിക്കുന്നു, അങ്ങ് അതിനെ ഉടമപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമ്മിലേക്ക് ചേർത്ത് നോക്കുമ്പോഴാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും ഒരു ഉടമസ്ഥാവകാശവും അള്ളാഹിൻ്റെതാണോ നബിയുടേതാണോ എന്ന ചോദ്യത്തിന് അള്ളാഹുവിൻ്റെത് മാത്രം. ഇതാണ് ദീനിന്റെ അഖീദ. ഇരിക്കി. എന്നാൽ നമ്മിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായിക്കുന്നുണ്ട് തന്നെയാണ്. അത് ഇടപെടലിലൂടെയുള്ള സഹായമാവാം, ആ ഇടപെടൽ തന്നെ കോടാനുകോടി രൂപത്തിലാവാം. അതിനി മലയാളത്തിൽ നമ്മൾ എന്താ വാക്ക് ഉപയോഗിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കത്തിന് ഒരു പ്രസക്തിയും ഇല്ല. സുന്നത്തി ജമാഅത്തിന്റെ അഖീദ ഈ നിലയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നാണ് ആ ചോദ്യത്തിന് പറയാനുള്ള മറുപടി.